ഹായ് ഹോൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ഇന്ന് തൈമാസ് കിച്ചണിലോട്ട് വന്നോളി. അപ്പോൾ ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ, ഒരു റംസാൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. സാധാരണ കുടുംബത്തിലെ സാധാരണ കാര്യയുടെ ഒരു ചെറിയൊരു ഫുഡ് ഉണ്ടാക്കലാണ്. പിന്നെ അധികമൊന്നും ആഡംബരമാക്കിയിട്ടൊന്നുമില്ല. നമുക്ക് പിന്നെ എപ്പോഴും ആഡംബരമൊന്നും ആക്കി ജീവിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ സ്ഥിതി അനുസരിച്ചല്ല നമുക്ക് പറ്റൂ. അപ്പോൾ നമുക്ക് ഇത്രയേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ദിവസവും നമുക്ക് നല്ല നല്ല ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചീരക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ചീര തേങ്ങ അരച്ച് കറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറുപയർ ഇട്ടിട്ടുണ്ട്, പിന്നെ തക്കാളി, ഒരു സവാള, പിന്നെ ഞാൻ മുളക് ചൂടാക്കിയിട്ട് അരച്ചതാണ് കേട്ടോ. അത് മുളക് ചൂടാക്കി തേങ്ങ ഇട്ട് അരച്ചെടുത്തതാണ്. പിന്നെ അത് മുളകൊക്കെ ചൂടാക്കി പിന്നെ ഞാൻ കുക്കറിൽ പയർ വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി സവാളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് വെന്ത് കിട്ടി. അപ്പം ഞാനത് വെയിൻ്റെ ഇടയ്ക്ക് ഞാൻ അരവൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ അത് തേങ്ങൻ്റെ ചിരട്ടി നാളുകി നന്നായി വിട്ട അങ്ങനെ ഞാനത് മുറിച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ അതിലേക്ക് സവാള ഇട്ട് പകുതി, പിന്നെ ചെറിയ ജീരകം ഇട്ട് ഒരു മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട് പിന്നെ അതൊക്കെ ഇട്ട് അരച്ചെടുത്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീരയില ഞാൻ വേവാൻ വെച്ച് ഉപ്പിട്ടിട്ട് അപ്പോൾ അത് വെന്ത് കിട്ടുന്നത്. അതിലേക്ക് ഞാൻ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ. ചീര കഴുകിയാൽ പിന്നെ നമ്മൾ അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അതേ വെള്ളത്തിൽ തന്നെ ചീരയൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അരവൊക്കെ റെഡിയായി. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ വെച്ചിട്ടുള്ള പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പയറിനെ ഞാൻ ചീരയിലിട്ട് അരച്ച് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മുളകൊക്കെ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് ഇങ്ങനെ പൊടിച്ചിട്ട് ഞാൻ തന്നെ എടുക്കാറാണ്. അപ്പോൾ അതാണ് ഞാൻ ചൂടാക്കിയെടുത്തത്. പിന്നെ കറിയിലേക്കൊക്കെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചോറൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അത്താഴത്തിനും പിന്നെ ഞങ്ങൾക്ക് മുത്താഴം കഴിക്കാനുള്ള ചോറാണ് വെച്ചത്. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് അരി വെച്ചതാണ് കേട്ടോ കുക്കറിൽ തന്നെ. അപ്പോൾ അത് ഞാൻ ജയരിയാണ്. അപ്പോൾ അത് കുക്കറിൽ ഒരു 2 വിസിൽ വെച്ചാൽ നല്ല വെന്ത് കിട്ടും. ഇത് ആ കറിയൊക്കെ റെഡിയായി വന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ നല്ല സൂട്ടായ കറി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചീരക്കറി ഉണ്ടാക്കിയാൽ. പക്ഷെ ഞാൻ ഇന്നിവിടെ ഒരു അപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നത്, ഞാൻ സാധാരണ ഒരു ചോറ് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുളകൊക്കെ റെഡിയാക്കി മുളക് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തെരണ്ടി കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, ഉണക്കമീൻ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ മുമ്പ് തുറക്കേണ്ടുള്ള ഒരു ബാജി റെഡിയാക്കാമെന്ന് വിചാരിച്ച് അത് തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് 2 കഷ്ണങ്ങളാക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ വലിയ മുളകാണല്ലോ, അപ്പോൾ നമുക്കത് ഇങ്ങനെ നമ്മളെ പാത്രത്തിൽ പിടിക്കാറില്ല. അപ്പോൾ അതിന് ഞാൻ കഷ്ണങ്ങളാക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് നൽകണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ ജ്യൂസ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇത് ജവനീറുൾ ജ്യൂസാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു ജ്യൂസായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ജവനീരുൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ നീരുൾ പഴമാണ് ഞങ്ങൾ പറയാറ്. അങ്ങനെ നോമ്പ് തുറക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ചോറ് വെന്തു. പിന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ മീൻ വറുക്കാൻ വേണ്ടി അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പാത്രത്തിൽ അടുപ്പിൽ വെച്ച് അപ്പോൾ അത് ചൂടായി വന്ന് അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോ കഷ്ണങ്ങൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണല്ലോ തെരണ്ടി കാച്ചിട്ടൊക്കെ ചോറ് വയ്ക്കാൻ. അപ്പം ഞാൻ ഇന്ന് വേറെ എന്തും ഉണ്ടാക്കിയില്ല. അപ്പോൾ തെരണ്ടി കാച്ചിയതും ചീരക്കറിയും ചോറാണ് കേട്ടോ ഞാൻ ഇന്ന് കഴിച്ചത്. നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ കഴിക്കുമ്പോഴേക്കും അങ്ങനെ മീനൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റിലുള്ള മീൻ വറുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സപ്പോർട്ട് നൽകണം. ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത്. പിന്നെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.